എൻ്റെ പേര് വിദ്യ എന്നാണ്, വിദ്യ വേണുഗോപാൽ. ഞാൻ ഡിഗ്രിയും പി ജിയും ചെയ്തത് ബോട്ടണിയിലാണ്. ടീച്ചിങ് ആയിരുന്നു പാഷൻ. അതുകൊണ്ട് തന്നെ നെറ്റ് ക്വാളിഫൈ ചെയ്യുക എന്നത് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ പി ജിക്ക് ശേഷം ഒരു പ്രോപ്പർ അസിസ്റ്റൻസിന് വേണ്ടിയിട്ട് നെറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഇവിടെ തിരുവല്ലയിൽ ലൈഫ് സയൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്തു. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ നെറ്റ് ക്വാളിഫൈഡ് ആയി. അതിനുശേഷം JRFും ക്വാളിഫൈഡ് ആയി. അപ്പം ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട്, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന നമ്പർ 1 ലൈഫ് സയൻസ് നെറ്റ് കോച്ചിങ് സെന്റർ ആണ് ലൈഫ് സയൻസ് അക്കാഡമി. ഞങ്ങളിപ്പോൾ ഞങ്ങളുടെ 10ാം വർഷത്തിലൂടെയാണ് പോകുന്നത്. അതിനുള്ളിൽ തന്നെ CSIR ഉൾപ്പെടെ ICMR, ഐക്കർ, DBT, ഗേറ്റ് തുടങ്ങിയ എക്സാംസുകളിലെല്ലാമായി 1000-ലധികം റിസൾട്ടുകൾ പ്രൊഡ്യൂസ് ചെയ്യാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷനായ CUET പറ്റി നിങ്ങൾക്ക് ചില ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഓറിയന്റേഷൻ പ്രോഗ്രാം ഇപ്പോൾ ഇവിടെ കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. 2022 വരെ രാജ്യത്തെ കുറച്ച് യൂണിവേഴ്സിറ്റികൾ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു ഇത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആയിരുന്നു. ആ സമയത്ത് CUCT എന്ന് പറയുന്ന പേരിലാണ് അത് അറിയപ്പെട്ടിരുന്നത്, സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റ്. പിന്നീട് 2022 ശേഷം മെജോറിറ്റി ഓഫ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളും അതുകൂടാതെ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റീസ്, ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് തുടങ്ങി 190ഓളം യൂണിവേഴ്സിറ്റികൾ ഈ എൻട്രൻസ് എക്സാമിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങി. അതോടെ CUCT എന്ന് പറയുന്ന പേര് ചേഞ്ച് ചെയ്ത് CUET എന്ന് മാറി, കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്. അപ്പോൾ നമ്മൾ പറഞ്ഞു 190 യൂണിവേഴ്സിറ്റികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അതില് ഏകദേശം 53ഓളം സെൻട്രൽ യൂണിവേഴ്സിറ്റികളുണ്ട്, 42ഓളം സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുണ്ട്, 16ഓളം ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ട്. ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഹൈലി പെർഫോമിംഗ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾക്ക് കേന്ദ്ര ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന പദവിയാണത്. അതുകൂടാതെ 79ഓളം പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും CUET എക്സാമിനേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ടോട്ടൽ 190 യൂണിവേഴ്സിറ്റികൾ ഇവിടെ വരുന്നത്. എന്തിനാണ് CUET? വൈ CUET? നമ്മുടെ കേരളത്തില് കുറേയധികം യൂണിവേഴ്സിറ്റികളുണ്ട്, കുറേയധികം കോളേജുകളുണ്ട്. ഇവിടെയുള്ള കോളേജുകളിൽ നമ്മൾ PG പഠിക്കാൻ ആഗ്രഹിക്കുന്ന ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, മൈക്രോബയോളജി ഉണ്ട്, ബയോകെമിസ്ട്രി ഉണ്ട് തുടങ്ങിയ ലൈഫ് സയൻസ് വിഷയങ്ങളെല്ലാം കേരളത്തിലും ഉണ്ട്, ഇവിടെയുള്ള നോർമൽ കോളേജുകളിലുണ്ട്. പക്ഷെ എന്നിട്ടും ഒരു സ്ട്രെയിൻ എടുത്ത് PGക്ക് വേണ്ടി എന്തിനാണ് നമ്മൾ ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടത്? എന്തിനാണ് ഇങ്ങനെ ഒരു എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതിന്റെ ആവശ്യകത? വൈ CUET? നമ്മുടെ ലൈഫ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരാളുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പീരീഡ് എന്ന് പറയുന്നത് അയാളുടെ കോളേജ് കാലഘട്ടമാണ്, അല്ലെ? നമ്മൾ അവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന 3 വർഷം, ഡിഗ്രിയുടെ 3 വർഷം, അല്ലെങ്കിൽ PGക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്ന 2 വർഷം, ടോട്ടൽ 5 വർഷത്തിന് നമ്മുടെ എൻറ്റയർ ലൈഫിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യുന്നതിൽ, നമുക്ക് ലൈഫിനോടുള്ള ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ നമ്മുടെ പേഴ്സണാലിറ്റി തന്നെ ചേഞ്ച് ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഒരു പേഴ്സണാലിറ്റി ഫോം ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റോള് നമ്മൾ സെലക്ട് ചെയ്യുന്ന നമ്മുടെ ക്യാമ്പസിനുണ്ട്. അതുകൊണ്ട് സെലക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എന്ത് തെരഞ്ഞെടുക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയെങ്കിൽ കേരളത്തിലെ ഈ കോളേജുകൾ തെരഞ്ഞെടുക്കാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പോലെയുള്ള ഇന്ത്യയിലെ ടോപ്പ് മോസ്റ്റ് യൂണിവേഴ്സിറ്റികൾ തെരഞ്ഞെടുക്കുന്നത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് വേണം. എന്ത് ബെനിഫിറ്റ് ആണ് നമുക്ക് അവിടെ നിന്ന് കിട്ടാൻ പോകുന്നത്? നോക്കിക്കഴിഞ്ഞാൽ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്പോഷർ വളരെ വലുതാണ്. ഒന്ന്, നമ്മുടെ ക്യാമ്പസ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ
വളരെ വലിയ വലിയ സൗകര്യങ്ങളാണ് ശരിക്കും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നത്. വലിയ ക്യാമ്പസ് അന്തരീക്ഷം, ലൈബ്രറി, അതുകൂടാതെ അൺലിമിറ്റഡ് ആയിട്ടുള്ള വൈഫൈ ഉണ്ട്. ക്യാമ്പസിനുള്ളിൽ തന്നെ ബാങ്കിങ് ഫെസിലിറ്റീസ്, ഹോസ്പിറ്റൽ സൗകര്യം എല്ലാം ക്യാമ്പസിനുള്ളിൽ തന്നെ അവൈലബിൾ ആകും. അതുപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സിനും സ്പോർട്സിനെയും ഒക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പലതരം ഈവൻസുകളും പലതരം കൾച്ചറൽ പ്രോഗ്രാംസുകളും ഒക്കെ ഇവർ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യും. ക്യാമ്പസിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മൾ പഠിക്കുന്ന ക്യാമ്പസിലുള്ള സൗകര്യങ്ങൾ ഒരുപാട് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യും. പിന്നെ അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്. എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള സബ്ജക്ട് എക്സ്പേർട്സിനെ അവിടെ നമുക്ക് കിട്ടും. അതിൽ നമ്മൾ പഠിക്കുന്നതുമായി ബന്ധപ്പെട്ട ചില പുസ്തകങ്ങൾ എഴുതിയിട്ടുള്ള ആളുകൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ വിസിറ്റിംഗ് പ്രൊഫസർ ആയിട്ടുള്ള ആളുകൾ നമ്മുടെ പ്രൊഫസർമാരായിട്ട് വരാം. അപ്പം കൂടുതൽ പ്രാക്ടിക്കൽ നോളജിലൂടെ എഫേർട്ട്ലെസ് ആയി നമുക്ക് കൂടുതൽ ക്ലാസ്സുകൾ കിട്ടും. ഏറ്റവും മികച്ച ലാബ് ഫെസിലിറ്റീസ്, ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇവിടെ പല കോളേജുകളിൽ ലഭിക്കാത്ത തരത്തിലുള്ള ലാബ് എക്സ്പോഷർ നമുക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ കിട്ടും. ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ടെക്നോളജീസ് നമുക്ക് കിട്ടും. അങ്ങനെ നമ്മുടെ റിസർച്ച് ഓറിയന്റഡ് ആയി അവിടെ ക്ലാസ്സുകൾ നടക്കും. റിസർച്ച് ഓറിയന്റഡ് ആയി ക്ലാസ്സുകൾ നടക്കുമ്പോൾ അവിടെ നമ്മുടെ റിസർച്ച് ലൈഫിന് ഒരു അടിത്തറ പാകാനായിട്ട് പറ്റും. അങ്ങനെ ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഹൈലി വാല്യൂഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ നമുക്ക് കിട്ടും. അത് തന്നെയല്ലേ നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മറ്റൊരു ഫെസിലിറ്റി നോക്കുവാണെങ്കിൽ അത് സിലബസ് അപ്ഡേഷൻ ആണ്. കാലാനുസൃതമായി ഏറ്റവും പുതിയത് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ പരമായി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റഡ് ആയി നമുക്ക് പഠിക്കാം. അതിന്റെ കാരണം എന്താ? കൃത്യമായ ഇടവേളകളിൽ ഇവിടെ സിലബസ് അപ്ഡേഷൻസ് നടക്കാറുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ പല കോളേജുകളും ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ ഏറ്റവും പുതിയ ടെക്നോളജിക്കൽ പരമായി ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സിലബസ് അപ്ഡേഷൻ ആണ് നടക്കുന്നത്. അപ്പം ഇൻഫ്രാസ്ട്രക്ചർ, ഒരു കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ, ക്വാളിഫൈഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ്, സിലബസ് അപ്ഡേഷൻ, ഇവ കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ എക്സ്ചേഞ്ച് ആണ്. എന്താ ഈ കൾച്ചറൽ എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ് അല്ലെ. ഇന്ത്യയുടെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള ആളുകൾ നിങ്ങളുടെ ക്ലാസ്സിൽ നിങ്ങളുടെ കൂടെ ഇരുന്ന് പഠിക്കും. അതുവഴി പലതരത്തിലുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാം. അങ്ങനെ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തോടുള്ള ആറ്റിറ്റ്യൂഡ് തന്നെ അത് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ വളരെ വലിയൊരു എക്സ്പോഷർ കേരളത്തിൽ കിട്ടാത്ത തരത്തിൽ റിസർച്ച് ബേസ്ഡ് ആയും അല്ലാതെയും വളരെ വലിയ ഒരു എക്സ്പോഷർ ആണ് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു സാധാരണ കോളേജിൽ പഠിക്കുന്നവർക്ക് അത്രയും സൗകര്യങ്ങൾ അവൈലബിൾ അല്ല. നമ്മൾ ഇവിടെ തന്നെ ഒതുങ്ങിപ്പോകും. മറ്റ് സ്റ്റേറ്റിലുള്ള കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യണം, ഇന്റർനാഷണൽ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കണം, കോൺഫറൻസുകളിൽ പങ്കെടുക്കണം. നമ്മുടെ കരിയർ നമ്മൾ തന്നെ ബിൽഡപ്പ് ചെയ്യണം. അതിന് ഏറ്റവും നല്ലൊരു എക്സ്പോഷർ തരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ തന്നെയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ടൊക്കെ നമ്മൾ സെൻട്രൽ യൂണിവേഴ്സിറ്റി പ്രിഫർ ചെയ്യണം. CUET എക്സാം ക്വാളിഫൈഡ് ആവണം അല്ലെ. ഇപ്പൊ CUET എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ കുറച്ച് എലിജിബിലിറ്റി ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ. ആദ്യത്തേത് ഏജ് ലിമിറ്റ്. CUET എക്സാം കണ്ടക്ട് ചെയ്യുന്നത് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി NTA ആണ് CUET എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. അവര് CUET എക്സാം എഴുതുന്നതിൽ ഒരു ഏജ് ലിമിറ്റ് പറയുന്നില്ല. എന്നാൽ
എക്സാമിന് ശേഷം നമ്മൾ ചില യൂണിവേഴ്സിറ്റികളിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ചില കോഴ്സുകൾക്ക് ചില യൂണിവേഴ്സിറ്റികൾ ഏജ് ലിമിറ്റ് പറയാറുണ്ട്. പക്ഷേ CUET എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്നതിൽ പ്രത്യേകം ഒരു ഏജ് ലിമിറ്റ് ഒന്നും പറയുന്നില്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഏജ് ലിമിറ്റ് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 15 വയസ്സുള്ള ഒരു കുട്ടിക്ക് എഴുതാം എന്നല്ല. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നെങ്കിൽ ഡിഗ്രി പാസ് ഔട്ട് ആയിരിക്കണം, ബാച്ചിലർ ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ 2025 ഡിഗ്രി കഴിയാൻ പോകുന്നവരായിരിക്കണം. അല്ലാതെ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുന്നവർക്കോ സെക്കൻഡ് ഇയർ പഠിക്കുന്നവർക്കോ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊന്ന് ഓർത്ത് വെക്കുക. ബാച്ചിലർ ഡിഗ്രി പാസ്സായിട്ടുണ്ടാവണം. CUET എഴുതാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ചൊരു ഏജ് ലിമിറ്റ് ഉണ്ടായിരിക്കുന്നതല്ല. നമ്മുടെ ലൈഫ് സയൻസ് വിഷയങ്ങൾ, ബോട്ടണി, സുവോളജി, ബയോകെമിസ്ട്രി, മൈക്രോബയോളജി പോലെയുള്ള ചില ലൈഫ് സയൻസ് വിഷയങ്ങളുള്ള ഇന്ത്യയിലെ തന്നെ ടോപ്പ് 5 യൂണിവേഴ്സിറ്റികളാണ് നമ്മുടെ CUET പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു യൂണിവേഴ്സിറ്റിയിൽ ഒന്നാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, ഡൽഹി, JNU. അത് നിലവില് സെൻട്രൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിൽ ഫസ്റ്റ് പൊസിഷനും NIRF റാങ്കിങ്ങിൽ സെക്കൻഡ് പൊസിഷനുമാണ് JNUവിനുള്ളത്. ഇവര് ഏകദേശം 50ഓളം PG കോഴ്സുകളിലാണ് CUET പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൂടാതെ ഡൽഹി യൂണിവേഴ്സിറ്റി, ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റി, യൂണിവേഴ്സിറ്റി ഓഫ് ഹൈദരാബാദ്, പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി, അങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുണ്ട്. ലിങ്ക് ഞാൻ ഷെയർ ചെയ്യാം. അതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സബ്ജക്റ്റുകളും കാര്യങ്ങളും ഉണ്ട്. ഇവിടെ തന്നെ പിന്നീട് പ്രൊവൈഡ് ചെയ്യാം. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, എക്സാമിനേഷന്റെ പാറ്റേൺ അല്ലെങ്കിൽ എക്സാമിനേഷൻ സ്കീം എങ്ങനെയാണെന്നുള്ളത്. ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം, മോഡ് ഓഫ് എക്സാമിനേഷൻ CBT ആണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റ് ആണ് നടക്കുന്നത്. ഒരു OMR ഷീറ്റ് പെൻ ആൻഡ് പേപ്പർ മോഡൽ ടെസ്റ്റ് ആണെങ്കിൽ അത് നമുക്ക് തന്നെ പണിയാം. കാരണം എന്താ, ഒരു തവണ ആൻസർ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പക്ഷെ CBT മോഡ് ഓഫ് എക്സാമിനേഷൻ ആകുമ്പോൾ എക്സാം എൻഡ് ചെയ്യുന്നത് വരെ നമുക്ക് ടൈം ഉണ്ട് ചിന്തിക്കാനും മാർക്ക് ചെയ്ത ആൻസർ ചേഞ്ച് ചെയ്യാനുമുള്ള അവസരം അവസാനം വരെ ഉണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റുഡൻസിന് ഏറ്റവും അഡ്വാൻറ്റേജിയസ് ആയിട്ടുള്ളത് CBT മോഡ് ഓഫ് എക്സാമിനേഷൻ തന്നെയായിരിക്കും. ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻ പേപ്പർ 2 ലാംഗ്വേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. നമ്മൾ ലൈഫ് സയൻസുകാരെ സംബന്ധിച്ചിടത്തോളം 2 ലാംഗ്വേജിൽ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഒന്ന് ഇംഗ്ലീഷിലും ഹിന്ദിയിലും. നിങ്ങൾക്ക് പറ്റിയത് ഏതാണോ അത് സെലക്ട് ചെയ്യുക, അത് വായിക്കുക, അതനുസരിച്ച് ആൻസേഴ്സ് മാർക്ക് ചെയ്യുക. 2-3 ഷിഫ്റ്റുകളിലായിട്ടായിരിക്കും എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിദ്യാർത്ഥിക്ക് 4 പേപ്പർ വരെ സെലക്ട് ചെയ്യാം. 4 സബ്ജക്റ്റ് വരെ ഓപ്റ്റ് ചെയ്ത് എക്സാമിനേഷൻ എഴുതുവാനുള്ള അവസരമുണ്ട് ഓരോ വിദ്യാർത്ഥിക്കും. കഴിഞ്ഞ പ്രാവശ്യം വരെ കഴിഞ്ഞ പ്രാവശ്യം തൊട്ട് നമുക്ക് ജനറൽ പേപ്പർ ഇല്ല. പക്ഷേ നേരത്തെ ജനറൽ പേപ്പർ ഉണ്ടായിരുന്നു. 25 ക്വസ്റ്റ്യൻസ് ജനറൽ പേപ്പറിൽ നിന്നായിരുന്നു. ബാക്കി 75 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നമ്മുടെ സബ്ജക്ട് അല്ലെങ്കിൽ നമ്മുടെ ഡൊമൈൻ പേപ്പറിൽ ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ ജനറൽ പേപ്പർ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തിരിക്കുകയാണ്. അപ്പം ജനറൽ പേപ്പർ അവോയ്ഡ് ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ ബാക്കി മുഴുവനും സബ്ജക്ട് പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് തന്നെ സബ്ജക്ട് അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സബ്ജക്ട് അത്രയും നല്ല രീതിയിൽ നമ്മൾ അറിഞ്ഞിരിക്കണം. അതിൽ 75 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ആ സബ്ജക്ട് പേപ്പറിൽ ചോദിക്കുക. ഈ 75 ക്വസ്റ്റ്യൻസിന് 90 മിനിറ്റ് ആണ് ടൈം ഡ്യൂറേഷൻ. ഈ 75 ക്വസ്റ്റ്യൻ നമ്മൾ കമ്പൽസറി ആയി അറ്റൻഡ് ചെയ്യുകയും വേണം. 4 ക്വസ്റ്റ്യൻ പേപ്പർ കോഡുകൾ വരെ ഒരാൾക്ക് സെലക്ട് ചെയ്യാം. 90 മിനിറ്റിൽ 75 ക്വസ്റ്റ്യൻസും കമ്പൽസറി ആയി അറ്റൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് എക്സാമിനേഷൻ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓരോ 75 ക്വസ്റ്റ്യനിൽ ഓരോ ക്വസ്റ്റ്യനും 4 മാർക്ക് വീതമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ടോട്ടൽ 300 മാർക്ക്. അപ്പോൾ ശരിയായ ഓരോ ഉത്തരത്തിനും 4 മാർക്ക് വീതം നമുക്ക് ലഭിക്കുമ്പോൾ തെറ്റായ ഓരോ റെസ്പോൺസിനും 1 മാർക്ക് നെഗറ്റീവും ഉണ്ടായിരിക്കും.
അൺആൻസേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നതല്ല, അത് മാർക്ക് വാലിഡ് അല്ല, 0 മാർക്കായിരിക്കും അവിടെ കിട്ടുന്നത്. ഇതാണ് മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത്. എങ്ങനെ നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്യാം, അതിനുള്ള ടിപ്സ് എന്തൊക്കെയാണ്, ട്രിക്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്ക് എക്സാമിനേഷൻ, നമ്മൾ എഴുതുന്ന ഓരോ പേപ്പറിന്റെയും സിലബസ് ഇവരുടെ സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കൃത്യമായിട്ടുള്ള സിലബസ് അനുസരിച്ചുള്ള എക്സാം ആയതുകൊണ്ട് തന്നെ ആ എക്സാമിനേഷൻ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എക്സാമിനേഷൻ പാറ്റേൺ നമ്മൾ മനസ്സിലാക്കണം. ഞാൻ ഓൾറെഡി പറഞ്ഞു, എക്സാമിനേഷന് ജനറൽ പേപ്പർ ഇല്ല. ജനറൽ പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ സബ്ജക്ട് പേപ്പർ അറിയുക എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. സബ്ജക്റ്റിൽ നിന്ന് ഏത് തരത്തിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്യുന്ന സമയത്ത് കുറെ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, കോംപ്രിഹെൻസീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുകളുണ്ട്. അതൊക്കെ എങ്ങനെയാണ് വരുന്നത്, ഏത് ഏരിയയിൽ നിന്നാണ് വരുന്നത് എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതിനുവേണ്ടി ആദ്യം ഓരോ പേപ്പറിനും ഓരോ കോഡുണ്ട്. ആ കോഡിനനുസരിച്ചുള്ള സിലബസ് സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം ആ സിലബസ് മനസ്സിലാക്കിയെടുക്കുക. സിലബസ് ഡൗൺലോഡ് ചെയ്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടായിരിക്കണം. എക്സാമിനേഷൻ ഡേറ്റ് വളരെ കുറവാണ്. എക്സാമിനേഷൻ ഡേറ്റിലേക്കുള്ള ദൂരം വളരെ കുറവാണ്. നമ്മൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും. മാർച്ച് 13 എക്സാമിനേഷൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. എക്സാം കണ്ടക്ട് ചെയ്യുന്നത് ആ സമയത്താണ്. നമുക്ക് അധിക സമയമില്ല, 2 months ഒക്കെ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പൊ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ വ്യക്തമായ പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലൊരു എക്സാം നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഒരുപാട് പേര് അപ്പിയർ ചെയ്യുന്ന എക്സാം ആണ്. പക്ഷേ യൂണിവേഴ്സിറ്റികളിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ പ്ലേസ്ഡ് ആവുന്നുള്ളൂ. അത്രത്തോളം കോമ്പറ്റീഷൻ അവിടെയുണ്ട്. അപ്പം വ്യക്തമായും കൃത്യമായും പ്ലാനിങ്ങോടുകൂടി നമ്മളെല്ലാം ചെയ്യണം. ഓരോ ദിവസവും എന്തൊക്കെ ചെയ്യണം, വ്യക്തമായ ഒരു സ്റ്റഡി പ്ലാൻ നമുക്കുണ്ടാവണം. എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനെ പറ്റി ധാരണയുണ്ടാവണം. അപ്പം അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ചെറിയ സമയമായതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ അസിസ്റ്റൻസ് നമുക്ക് വേണ്ടതായിട്ട് വരും. ഒരു പ്രോപ്പർ കോച്ചിങ് നമുക്ക് വേണ്ടതായിട്ട് വരും. ഓക്കെ, നമ്മൾ എക്സാമിനേഷന്റെ പാറ്റേൺ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും എളുപ്പമായിട്ടുള്ള ഒരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് PYQ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. PYQ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും ക്വസ്റ്റ്യൻ റെപ്പറ്റീഷൻ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ PYQ പ്രാക്ടീസ് ചെയ്യുന്നത് കൊണ്ടുള്ള ബെനിഫിറ്റ് എന്താ? എക്സാമിന്റെ പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളതാ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്, ഏത് ഏരിയയിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലായിട്ട് വരുന്നത് എന്നത് നമ്മൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ PYQ കൃത്യമായി പ്രാക്ടീസ് ചെയ്യണം. 1-2 മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്താൽ പോരാ, നമ്പർ ഓഫ് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ആദ്യം 1-2 എക്സാംസ് ഒക്കെ എഴുതി കഴിയുമ്പോൾ മാർക്ക് വളരെ കുറവായിരിക്കും. വേണ്ട, അത് പോട്ടെ. ഇംപ്രൂവ് ചെയ്യാൻ പിന്നെയും എക്സാം അറ്റൻഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മോക്ക് ടെസ്റ്റ് എഴുതാൻ എടുക്കുന്ന ടൈം, അത് വളരെ ഇമ്പോർട്ടൻ്റാ. ഞാൻ ഓൾറെഡി പറഞ്ഞു, 75 ക്വസ്റ്റ്യൻസിന് 90 minutes ആണ് അവർ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ഓരോ മോക്ക് ടെസ്റ്റ് എഴുതുമ്പോഴും 90 minute-നുള്ളിൽ ആ ടെസ്റ്റ് കംപ്ലീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ അതനുസരിച്ച് പ്ലാൻ ചെയ്യണം. റിപ്പീറ്റ് ആയിട്ട് മോക്ക് ടെസ്റ്റ് എഴുതുന്നത് വഴി നമുക്ക് ആ ടൈം പ്ലാനിലേക്ക് എത്താനായിട്ട് പറ്റും. അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് റിവിഷൻ. നമ്മൾ ഒരുപാട് പഠിക്കും, എല്ലാ ദിവസവും ഇരുന്ന് പഠിക്കും. പക്ഷേ പ്രോപ്പർ ആയിട്ട് റിവിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൽ കാര്യമില്ല. നമ്മളൊരു 30 ദിവസം ഒരു മാസത്തിലുണ്ടെങ്കിൽ അതിൽ 25 ദിവസവും പഠിക്കാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ബാക്കി 5 ദിവസം നമ്മൾ അത് റിവൈസ് ചെയ്യണം. റിവൈസ് ചെയ്യുന്നത് വഴിയാണ് കൂടുതൽ കാര്യങ്ങൾ ഉറപ്പിക്കാൻ നമുക്ക് പറ്റുന്നത്. നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായ പോയിന്റ്, കൃത്യമായ ഐഡിയ ജനറേറ്റ് ചെയ്യാൻ ഈ റിവിഷൻ പ്രോസസ്സിലൂടെ സാധിക്കും. സിലബസ് അനലൈസ് ചെയ്യണം,
വ്യക്തമായ സ്റ്റഡി പ്ലാൻ ഉണ്ടാകണം, PYQ പ്രാക്ടീസ് ചെയ്യണം, പ്രോപ്പർ ആയിട്ടുള്ള റിവിഷൻ കണ്ടക്ട് ചെയ്യണം. ഇതിലൊക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എഴുതാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എൻട്രൻസ് എക്സാമിനേഷൻ ആണ്. നമ്മുടെ ലൈഫ് മാറ്റിമറിക്കാൻ പോകുന്ന, നമ്മുടെ ലൈഫിനെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന, നമ്മുടെ റിസർച്ച് ലൈഫിന് ഒരു അടിത്തറ പാകാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എൻട്രൻസ് എക്സാമിനേഷൻ ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ആ ബോധം മനസ്സിലുണ്ടാവണം. എക്സാമിന്റെ ആവേശം അവസാനം വരെ നിലനിർത്താൻ നമുക്ക് പറ്റിയാൽ നമ്മൾ വിജയിക്കും. എപ്പോഴും മോട്ടിവേറ്റഡ് ആയിട്ട് നിൽക്കുക, അതിനുവേണ്ടി പ്രോപ്പറായിട്ട് പഠിക്കുക. പക്ഷേ ഇപ്പൊ നമ്മുടെ വിഷമം എന്ന് പറയുന്നത്, ഓൾറെഡി എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വന്നു, 2 മാസമേ ഉള്ളൂ. മാർച്ച് 13 എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി വ്യക്തമായ പ്ലാനിങ്ങോടുകൂടി നമുക്ക് പഠിക്കാൻ പറ്റുമോ? ഈ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള കുറേ സംശയങ്ങൾ നമുക്കുണ്ടാവും. പക്ഷേ സംശയിക്കേണ്ട. ഒരു പ്രോപ്പർ അസിസ്റ്റൻസ് ഉണ്ടെങ്കിൽ, ഒരു പ്രോപ്പർ കോച്ചിങ് ഉണ്ടെങ്കിൽ എല്ലാം നേടിയെടുക്കാൻ നമുക്ക് കഴിയും. 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് നമ്മുടെ ലക്ഷ്യം, സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുക എന്ന ലക്ഷ്യം നമ്മൾ യാഥാർത്ഥ്യമാക്കും. അടുത്തതായിട്ട് നമുക്ക് എക്സാമിനേഷന്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ ഒന്ന് നോക്കണം. ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾറെഡി ആപ്ലിക്കേഷൻ പോർട്ടൽ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു. exam.nta.ac.in എന്നതാണ് സൈറ്റ്. അപ്പം ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആയി. കുറച്ചു പേരൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും. ജാനുവരി 2 തൊട്ടാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഫെബ്രുവരി 1 വരെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. ഒട്ടും വൈകിട്ടില്ല. അപ്ലൈ ചെയ്യാൻ പറ്റാത്തവരും അപ്ലൈ ചെയ്യാത്തവരും ഒക്കെ വേഗം എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ, അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അവിടെ കിട്ടും. ഇപ്പൊ ഫെബ്രുവരി 2 വരെ അപ്ലൈ ചെയ്യാനുള്ള, ഫെബ്രുവരി 1 വരെ അപ്ലൈ ചെയ്യാനുള്ള സമയമുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും കറക്ഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഫെബ്രുവരി 3 തൊട്ട് ഫെബ്രുവരി 5 വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കും. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട സമയത്ത് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, നമുക്ക് 4 സിറ്റികൾ വരെ ഓപ്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പം ഒരാഴ്ചക്ക് മുന്നേ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് വരും. അതിനുള്ളിൽ ആ സിറ്റി ഇന്റിമേഷൻ സ്ലിപ്പ് വരുന്ന സമയത്ത് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാം. അതുപോലെ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് 31 എൻഡ് ചെയ്യത്തക്ക രീതിയിലായിരിക്കും എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം അപ്ലൈ ചെയ്യാത്തവർ എത്രയും വേഗം അപ്ലൈ ചെയ്യുക. ഫെബ്രുവരി 1 വരെ ടൈമുണ്ട്. മാർച്ച് 13 സ്റ്റാർട്ട് ചെയ്യും. 31 എൻഡ് ചെയ്യത്തക്ക രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. വെബ്സൈറ്റ് exam.nta.ac.in എന്നതാണ്. അപ്പം ഇനി എങ്ങനെ അപ്ലൈ ചെയ്യാം, ആപ്ലിക്കേഷൻ പ്രൊസീജിയർ, അഡ്മിഷൻ പ്രൊസീജിയർ തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയിട്ട് സന സംസാരിക്കും. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ പ്ലേസ്മെന്റ് ലഭിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. പ്രോപ്പറായിട്ട് പഠിക്കുക, കൃത്യമായിട്ടുള്ള ഗൈഡൻസോട് കൂടിയിട്ട് പഠിക്കുക. താങ്ക് യു. എൻ്റെ പേര് സന. ഞാനൊരു സുവോളജി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. ഞാൻ MSc സുവോളജി കംപ്ലീറ്റ് ചെയ്തത് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ നിന്നാണ്. ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷന് ശേഷം ലൈഫ് സയൻസ് അക്കാഡമിയിൽ ജോയിൻ ചെയ്ത് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ CSIR ക്വാളിഫൈ ചെയ്തതാണ്. അപ്പോൾ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ്. അപ്പോൾ ആദ്യമായിട്ട് പറയാനായിട്ടുള്ളത്, NTA വെബ്സൈറ്റിലാണ് നിങ്ങൾക്ക് CUET PGയുടെ ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആയിട്ടുണ്ടാവുക. ആൻഡ് അത് ഓൺലൈൻ മോഡ് വഴിയാണ് നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ വെബ്സൈറ്റ് ലിങ്ക് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. 3 സ്റ്റെപ്സ് ആണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. ഒന്നാമത്തേത് രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ NTA ഈ വെബ്സൈറ്റിൽ നിങ്ങൾ കയറിയതിന് ശേഷം രജിസ്റ്റർ ചെയ്യുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പർ ഉപയോഗിച്ച് വീണ്ടും ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ
മറ്റൊരു ആപ്ലിക്കേഷൻ ഫോം അവൈലബിൾ ആയിരിക്കും. ആ ഫോമിൽ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതേപോലെ ഏത് പേപ്പറിനാണ്, ഇപ്പോ വിദ്യ പറഞ്ഞപ്പോ കുറെ ടെസ്റ്റ് പേപ്പേഴ്സ് അവൈലബിൾ ആണ് എന്ന് പറഞ്ഞു. അപ്പൊ ഏത് ടെസ്റ്റ് പേപ്പർ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നത് അത് ഫില്ലപ്പ് ചെയ്യുക. അതേപോലെ ഏതാണ് എക്സാമിനേഷൻ സിറ്റി, എന്താണ് നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, അതായത് ഓൾറെഡി കംപ്ലീറ്റഡ് ആണോ, നിങ്ങൾ UG കംപ്ലീറ്റഡ് ആണോ അതോ തേർഡ് ഇയർ പഠിക്കുകയാണോ എന്നുള്ളത്. ഇപ്പൊ 2025 CUET PGക്ക് അപ്പിയർ ചെയ്യുന്ന കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവര് 2025 UG കംപ്ലീറ്റഡ് ആയിരിക്കണം എന്നുള്ളതാണ് അതിന്റെ മാനദണ്ഡം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഇമേജസ് അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യാനുള്ളതും ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഫോം അവൈലബിൾ ആണ്. അപ്പോൾ ഇത് സെക്കൻഡ് സ്റ്റെപ്പ് ആണ്. അത് കാര്യം കഴിഞ്ഞില്ല. ഫീ പേയ്മെന്റും കൂടി ചെയ്യുമ്പോഴാണ് ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആകുന്നത്. അപ്പോൾ ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും മോഡ് ഓഫ് ട്രാൻസാക്ഷൻ ഉപയോഗിക്കാം, നെറ്റ് ബാങ്കിങ്ങോ ക്രെഡിറ്റ് കാർഡോ UPI ഉപയോഗിക്കാം. അപ്പോൾ ഈ 3 സ്റ്റെപ്സ് ആണ് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് NTA വെബ്സൈറ്റിൽ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ആ ഹോം പേജ് ഇങ്ങനെയായിരിക്കും. അതായത് നിങ്ങൾ CUET PG 2025 എന്നുള്ള ആ പേജ് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫോമാറ്റിലായിരിക്കും അവൈലബിൾ ആയിട്ടുണ്ടാകുക. അതിൽ പുതിയ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ കൊടുക്കുക, ന്യൂ കാൻഡിഡേറ്റ് രജിസ്റ്റർ ഹിയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക ആദ്യം തന്നെ. അതിനുശേഷം നിങ്ങൾക്ക് CUET PGയുടെ ഒരു ഇൻഫർമേഷൻ ബുള്ളറ്റിൻ ഡൗൺലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആ ഇൻഫർമേഷൻ ബുള്ളറ്റിൻ നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം I have downloaded the information bulletin CUET PG എന്ന് പറഞ്ഞ ഡയലോഗ് ബോക്സിൽ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രൊസീഡ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു ബട്ടൺ ഉപയോഗിച്ച് പ്രൊസീഡ് ചെയ്യുക. പിന്നീട് ഒരു ഡയലോഗ് ബോക്സ് ഓപ്പൺ ആകും. അത് ലോഗിൻ ആൻഡ് ഐഡന്റിഫിക്കേഷൻ ഡയലോഗ് ബോക്സ് ആണ്. അവിടെ നിങ്ങൾക്ക് ആധാർ നമ്പർ പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അത് കൂടാണ്ട് ഡിജിലോക്കർ അക്കൗണ്ട് ഉപയോഗിച്ച് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് അവിടെ അവൈലബിൾ ആണ്. ഏതാണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആധാറാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ ആധാർ കാർഡിന്റെ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാനുള്ളൊരു ബോക്സ് അവിടെ ഓപ്പൺ ആകും. അതിനുശേഷം നിങ്ങൾ വീണ്ടും ക്ലിക്ക് ഹിയർ ടു പ്രൊസീഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോവാം. അതിനുശേഷം നിങ്ങൾക്ക് ഒരു റിവ്യൂ പേജ് വരും. പേഴ്സണൽ ഡീറ്റെയിൽസും നിങ്ങളുടെ അഡ്രസ്സും എല്ലാം രജിസ്റ്റർ ചെയ്തതിന് ശേഷം, എല്ലാം അപ്ലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടാകും. അപ്പോൾ അത് പാസ്വേഡ് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പാസ്വേഡ് ക്രിയേറ്റ് ചെയ്ത് അവിടെയുള്ള ക്യാപ്ച നിങ്ങൾ അടിച്ച് വീണ്ടും സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിവ്യൂ പേജ് അവൈലബിൾ ആയിട്ട് കാണാൻ പറ്റും. ആ റിവ്യൂ പേജിൽ നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫോം എഡിറ്റ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ വെച്ച് ഉള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ രജിസ്ട്രേഷൻ പേജിൽ കൊടുക്കുന്നത്. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിട്ട് കറക്റ്റ് ആയിട്ട് തന്നെ ആണോ അടിച്ചിരിക്കുന്നത് എന്ന് ഓരോ കാൻഡിഡേറ്റ് നെയിം, ഫാദർ നെയിം, മദർ നെയിം, ജെൻഡർ, ഡേറ്റ് ഓഫ് ബർത്ത്, മൊബൈൽ നമ്പർ, ഇമെയിൽ അഡ്രസ്സ് ഓരോ ഡയലോഗ് ബോക്സസും നിങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്തതിന് ശേഷം ടിക്ക് ചെയ്ത് സബ്മിറ്റ് ഐ എഗ്രി കൊടുത്ത് സബ്മിറ്റ് ആൻഡ് സെൻഡ് OTP എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഈ OTP വരുന്നത് നിങ്ങളുടെ ഇമെയിലിലേക്കായിരിക്കും. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഓപ്പൺ ചെയ്ത് അവിടെ ഒരു OTP ക്രിയേറ്റ് വന്നിട്ടുള്ളത് നിങ്ങൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് സെക്യൂരിറ്റി പിൻ അടിച്ചതിന് ശേഷം അത് വെരിഫൈ ചെയ്യണം. അപ്പോൾ ഇമെയിൽ വെരിഫിക്കേഷന് ശേഷം നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയി എന്നാണ് അർത്ഥം. അപ്പോൾ നിങ്ങൾക്കൊരു ഡയലോഗ് ബോക്സ് ഈ ഫിഗറിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ
രജിസ്ട്രേഷൻ വെരിഫൈ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് ബോക്സ് വരും. അപ്പൊ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും തന്നെ നമ്മുടെ മെയിലിലേക്ക് സെൻഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഓക്കെ അടിച്ച് വീണ്ടും NTA സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യണം. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ആപ്ലിക്കേഷൻ നമ്പർ ഉണ്ട്, ഓൾറെഡി നിങ്ങൾ സെറ്റ് ചെയ്ത ഒരു പാസ്വേഡ് ഉണ്ട്, അത് രണ്ടും ഉപയോഗിച്ച് നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ 3 സെറ്റായിട്ട് 3 സ്റ്റെപ്പായിട്ട് ഇത് തിരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അതായത് രജിസ്ട്രേഷൻ, ആപ്ലിക്കേഷൻ ഫോം, ഫീ പേയ്മെന്റ്. അതിൽ രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റഡ് ആണെന്ന് കാണിക്കും. പിന്നെ ഉള്ളത് ആപ്ലിക്കേഷൻ ഫോം ആണ്. ആപ്ലിക്കേഷൻ ഫോം, കംപ്ലീറ്റ് ആപ്ലിക്കേഷൻ ഫോം എന്നുള്ള ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വീണ്ടും കുറച്ച് നിങ്ങൾ ഓൾറെഡി അടിച്ചു കൊടുത്തിരിക്കുന്ന അഡ്രസ്സ്, അതേപോലെ പെർമനന്റ് അഡ്രസ്സ് എല്ലാം വെരിഫൈ ചെയ്യാൻ വീണ്ടും വരും. ക്യാപ്ച അടിച്ച് ഐ എഗ്രി കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതാണ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് അടിക്കാനുള്ള സ്പേസ് ആണിത്. അതിനുശേഷം നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഏത് കാറ്റഗറിയാണ്, അതേപോലെ നിങ്ങൾ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റിസർവേഷൻ കാറ്റഗറി ആണോ, ഡയബറ്റിക് ആണോ എന്ന് ചോദിക്കുന്നുണ്ട്, സ്റ്റേറ്റ് ഓഫ് ഡൊമിസൈൽ ചോദിക്കുന്നുണ്ട്, ആനുവൽ ഇൻകം ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കൺഫേം ചെയ്തതിന് ശേഷം ക്യാപ്ച കൊടുത്ത് സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ അടിക്കുക. മറ്റെന്തെങ്കിലും കോട്ട കാറ്റഗറിയിൽ നിങ്ങൾ ബിലോങ് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പിന്നീടുള്ള ബോക്സസ് കാണിക്കുന്നത്. BPL ആണോ, ഡിഫൻസ് പേഴ്സണൽ ആണോ, അതേപോലെ സ്പോർട്സ് കോട്ട ഉണ്ടോ, NCC കോട്ട ഉണ്ടോ, അങ്ങനെയുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഏതെങ്കിലും കാറ്റഗറിയിൽ നിങ്ങൾ ബിലോങ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് എല്ലാ ഡീറ്റെയിൽസും കൊടുത്തതിന് ശേഷം ക്യാപ്ച അടിച്ച് സേവ് ചെയ്യുക. അതേപോലെ നെക്സ്റ്റ് നിങ്ങൾക്ക് ഓപ്പൺ ആവുന്നത് എക്സാം സെന്ററിന്റെ ഡീറ്റെയിൽസിലേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് 2 ചോയ്സസ് വെക്കാം എക്സാം സെന്ററിന് വേണ്ടിയിട്ട്. ഇപ്പോൾ കേരള ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ 2 ഡിഫറെന്റ് സിറ്റീസ്, ഇപ്പോൾ ഫസ്റ്റ് എറണാകുളമാണ് വെക്കുന്നതെങ്കിൽ സെക്കൻഡ് ഇടുക്കി, അങ്ങനെ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള അടുത്തുള്ള സെന്റേഴ്സ് വെക്കുക. അതേപോലെ ടെസ്റ്റ് പേപ്പർ, അവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ സബ്ജക്ട് ഓഫ് സ്പെഷ്യലൈസേഷൻ ഏതാണ്. ഇപ്പൊ സുവോളജി മാത്രം എഴുതുന്ന ആളുകളാണെങ്കിൽ സുവോളജിയുടെ പേപ്പർ കോഡ് കൊടുക്കുക. അതേപോലെ ലൈഫ് സയൻസസും സുവോളജിയും എഴുതുന്നുണ്ടെങ്കിൽ ഒരുമിച്ച് അത് രണ്ടും കൊടുക്കുക. ബോട്ടണിക്കും എല്ലാത്തിനും സ്പെസിഫിക് ആയിട്ടുള്ള കോഡുകൾ അവൈലബിൾ ആണ്. അത് NTA വെബ്സൈറ്റിൽ തന്നെ ഉണ്ട്. അത് സേവ് ചെയ്യുക. ഇതാണ് നമ്മുടെ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള ടെസ്റ്റ് സെന്റേഴ്സ്. ഇപ്പോൾ ഒരു റിക്വയർഡ് എമൗണ്ട് ഓഫ് കാൻഡിഡേറ്റ്സ് അവൈലബിൾ ആണെങ്കിൽ ഈ സെന്റേഴ്സിലെല്ലാം എക്സാം നടക്കുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള സ്ഥലങ്ങളിൽ സെന്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻസ് അതിനനുസരിച്ച് സെന്റർ ചോയ്സ് കൊടുക്കാവുന്നതാണ്, സെന്റർ ചോയ്സ് കൊടുക്കാവുന്നതാണ്. യൂണിവേഴ്സിറ്റി ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഏത് യൂണിവേഴ്സിറ്റിയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് എന്നത് കാണിക്കാനായിട്ട്, അല്ലെങ്കിൽ അത് ഏതാണെന്നുള്ള പ്രിഫറൻസ് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷനാണ് പിന്നീട് വരിക. അപ്പൊ നിങ്ങൾ ഏത് പേപ്പർ കോഡാണ് കൊടുക്കുന്നത്, ഇപ്പോൾ ലൈഫ് സയൻസസ് എന്നാണ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന പേപ്പർ കോഡെങ്കിൽ ആ പേപ്പർ കോഡിൽ ഏതൊക്കെ യൂണിവേഴ്സിറ്റീസ് അവരുടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രീസ് അവാർഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുണ്ട് എന്നുള്ള ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് വരും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലൈഫ് സയൻസസ് ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് JNU, പോണ്ടിച്ചേരി അല്ലെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള, അങ്ങനെ ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് കിട്ടും. അതിൽ നിങ്ങൾക്ക് ഏതാണോ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ആ യൂണിവേഴ്സിറ്റി നിങ്ങൾ ആദ്യം സെലക്ട് ചെയ്യുക, ഒരു ഓർഡർ ഓഫ് പ്രിഫറൻസിൽ വെക്കുക. അങ്ങനെ 3 യൂണിവേഴ്സിറ്റീസ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഈ 3 യൂണിവേഴ്സിറ്റീസിലേക്കായിരിക്കും നിങ്ങൾക്ക് CUET ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ എലിജിബിലിറ്റി ഉണ്ടാവുക. അതായത് ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് പഠിക്കേണ്ടി വരിക. അപ്പോൾ കറക്റ്റ് ആയിട്ട് വളരെ വൈസ് ആയിട്ട് ചൂസ് ചെയ്യേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾ ഓരോ യൂണിവേഴ്സിറ്റീസിന്റെയും പ്രത്യേകതയും അവിടുത്തെ ഡിപ്പാർട്ട്മെന്റും അവിടെ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളതെന്നും കൃത്യമായിട്ട് NTA വെബ്സൈറ്റിൽ കയറി നോക്കുക. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ ഇൻഡിവിജ്വൽ വെബ്സൈറ്റ്സ് റെഫറും കൂടി ചെയ്യണം. ഓക്കെ, അതിനുശേഷം പിന്നീട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ ഓൾറെഡി
UG കംപ്ലീറ്റഡ് ആണെങ്കിൽ അതിന്റെ മാർക്ക് ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂങ്കിൽ അതിന്റെ ഫോം, അതേപോലെ തന്നെ നിങ്ങൾ എല്ലാം ഇതിൽ കൃത്യമായിട്ട് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിൽ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അതായത് പെർസെൻറ്റേജ് ആണോ CGP ആണോ കൊടുക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ച് കൃത്യമായിട്ട് നിങ്ങൾ ഇവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം സേവ് ചെയ്യുക. പിന്നീട് ചോദിക്കുന്നത് കുറച്ച് അഡീഷണൽ ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾ വേറെ ഏതെങ്കിലും നാഷണൽ ലെവൽ എക്സാംസ് അപ്പിയർ ചെയ്തിട്ടുണ്ടോ, അതോ പാസ്സായിട്ടുണ്ടോ എന്നുള്ള ഓപ്ഷനാണ് ചോദിക്കുന്നത്. ആണെങ്കിൽ നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അത് യെസ് എന്ന് കൊടുക്കുക. CUET UG പാസ്സായതാണെങ്കിൽ അത് യെസ് എന്ന് കൊടുക്കുക. അല്ലെങ്കിൽ ഏതെങ്കിലും നീറ്റ് അതുപോലെയുള്ള നാഷണൽ ലെവൽ എക്സാംസ് ഏതെങ്കിലും പാസ്സായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാനുള്ള ഓപ്ഷനാണ് നെക്സ്റ്റ് പേജിൽ ഉണ്ടാവുക. അതിനുശേഷം 2 ഡോക്യുമെന്റ്സ് ആണ് അപ്ലോഡ് ചെയ്യാനായിട്ട് വരുന്നത്. ഒന്നാമത്തേത് നിങ്ങളുടെ ഫോട്ടോ ആണ്, രണ്ടാമത്തേത് നിങ്ങളുടെ സിഗ്നേച്ചർ ആണ്. അപ്പോൾ ഫോട്ടോയും സിഗ്നേച്ചറും ഒരു ഡോക്യുമെന്റ് സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് റീസൈസ് ചെയ്ത് വേണം അപ്ലോഡ് ചെയ്യാനായിട്ട്. അതിനുശേഷം സേവ് ചെയ്യുക. അടുത്ത പേജിലേക്ക് പോവുക. ഇനി നമ്മൾക്ക് വരുന്നത് കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഫീ പേയ്മെന്റ് ആണ്. ഫീ പേയ്മെന്റിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ 1400 rupees ആണ്. 2 ടെസ്റ്റ് പേപ്പർ വരെ നിങ്ങൾക്ക് ഈ 1400-ന് അപ്പിയർ ചെയ്യാം. അപ്പോൾ എക്സ്ട്രാ നിങ്ങളിപ്പോ ലൈഫ് സയൻസ്, സുവോളജി, അതിന്റെ കൂടെ ബയോകെമിസ്ട്രി കൂടി നിങ്ങൾക്ക് എഴുതണമെങ്കിൽ നിങ്ങൾ 1400 + 700 കൂടെ കൊടുക്കണം. അതേപോലെ ഓരോ കാറ്റഗറിക്കും OBC, SC ST, PWD അങ്ങനെ ഓരോ കാറ്റഗറിക്കും ഉള്ള ഫീ പേയ്മെന്റ് ആണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യക്ക് പുറത്താണെങ്കിൽ മറ്റൊരു ചാർജ് ആണ് വരിക, ആപ്ലിക്കേഷൻ ഫീ. അതും ഇവിടെ കാണാവുന്നതാണ്. നിങ്ങൾക്ക് MTയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ബുള്ളറ്റിനിൽ എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. അതിനുശേഷം ഇപ്പൊ നിങ്ങൾ CUET PG എക്സാം എഴുതിയതിന് ശേഷം അഡ്മിഷൻ പ്രൊസീജിയർ വരുന്നത് NTA, പിന്നീട് CUET-ന്റെ റിസൾട്ട് വന്നതിന് ശേഷമുള്ള യാതൊരു കാറ്റഗറി വൈസ് ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസും തന്നെ NTA ആയിട്ട് ബന്ധപ്പെട്ടതല്ല. പിന്നീട് വരുന്നത് ഓരോ യൂണിവേഴ്സിറ്റീസ് ആണ് അതിന്റെ അഡ്മിഷൻ പ്രൊസീജിയർ ക്യാരി ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരുടേതായ മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ കട്ട് ഓഫ് ഡിഫറെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ JNU വെക്കുന്ന കട്ട് ഓഫ് ഡിഫറെന്റ് ആയിരിക്കും. അപ്പോൾ ഓരോ യൂണിവേഴ്സിറ്റി സൈറ്റിലും എന്താണ് അവരുടെ സ്പെസിഫിക് ആയിട്ടുള്ള റിക്വയർമെന്റ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കിയതിന് ശേഷമാണ് അഡ്മിഷൻ വരിക. അപ്പോൾ CUET PG എക്സാമിന് ശേഷം ഓരോ യൂണിവേഴ്സിറ്റീസ് അവരുടെ കൗൺസിലിംഗ് സെക്ഷനും അഡ്മിഷൻ ഷെഡ്യൂളും അവരുടെ മെറിറ്റ് ലിസ്റ്റും പ്രൊവൈഡ് ചെയ്യും. ആ മെറിറ്റ് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ബാക്കിയുള്ള അഡ്മിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊസീജിയേഴ്സും ഒക്കെ വരുന്നത്. അപ്പോൾ ഇൻഡിവിജ്വലി കാൻഡിഡേറ്റ്സ് ഓരോ ഇൻഡിവിജ്വൽ യൂണിവേഴ്സിറ്റീസിലും അഡ്മിഷൻ എങ്ങനെയാണെന്നുള്ളത് കൃത്യമായിട്ട് അവരുടെ സ്പെസിഫിക് വെബ്സൈറ്റിൽ പോയാണ് നോക്കി മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിലെ കോമ്പറ്റീഷൻ ഓൾറെഡി ഇപ്പോൾ വിദ്യ പറഞ്ഞ പോലെ തന്നെ ഇത് 2024 CUET PG ഓരോ ലൈഫ് സയൻസസിലെ ബോട്ടണി, ലൈഫ് സയൻസ്, സുവോളജി കാറ്റഗറീസിൽ അപ്പിയർ ചെയ്ത കാൻഡിഡേറ്റ്സിന്റെ എണ്ണമാണ് നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണുന്ന ഏറ്റവും ടോപ്പ് റൈറ്റ്സിൽ കാണുന്നത്. അവിടെ 8782 കാൻഡിഡേറ്റ്സ് ആണ് ബോട്ടണി ടെസ്റ്റ് പേപ്പറിന് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും നമ്പർ ഓഫ് സ്റ്റുഡൻസ് അപ്പിയർ ചെയ്യുന്നുണ്ട്. പക്ഷേ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അത്ര അധികം സീറ്റുകൾ അവൈലബിൾ അല്ല. അപ്പോൾ എന്തായാലും കോമ്പറ്റീഷൻ ഹയർ ആയിരിക്കും. എല്ലാ കാറ്റഗറീസിന്റെയും, ലൈഫ് സയൻസ് ആണെങ്കിലും സുവോളജി ആണെങ്കിലും, ലൈഫ് സയൻസസിന്റെയും 24,268 ആണ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത്രയധികം
നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് അപ്പിയർ ചെയ്യുന്നുണ്ട്. അപ്പൊ കൃത്യമായിട്ടുള്ള ഒരു പാറ്റേൺ ഓഫ് സ്റ്റഡി നിങ്ങൾക്ക് വേണം. ഇപ്പോൾ വിദ്യ പറഞ്ഞ പോലെ എല്ലാ റിവിഷനോട് കൂടി കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും PYQs അറ്റൻഡ് ചെയ്തിട്ട് വേണം ഈ എക്സാമിനെ നേരിടാനായിട്ട്. അതേപോലെ സുവോളജിയുടെ നമ്പർ ഓഫ് പാർട്ടിസിപ്പൻസ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാം. 14,965 കാൻഡിഡേറ്റ്സ് ആണ് അവിടെ അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വളരെ കുറച്ച് സീറ്റ്സ് ആണ് ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണമെങ്കിൽ അപ്പോൾ അത്രയും ഹയർ ആയിട്ടുള്ള ഒരു കട്ട് ഓഫിലേക്ക് എത്തണം. അപ്പോൾ കൃത്യമായിട്ടുള്ള മോക്ക് ടെസ്റ്റുകളും PYQs ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെയാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് വരുന്നത്. ഇപ്പോൾ ലൈഫ് സയൻസ് അക്കാഡമി കൃത്യമായിട്ട് CUET PG കോഴ്സസിനുള്ള ഒരു അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം വളരെ കുറച്ച് സമയം നമുക്കിനി ബാക്കിയുള്ളൂ. അപ്പോൾ വളരെ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് ഔട്ട്ലൈൻ ആണ് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ലെക്ചേഴ്സ് ഉണ്ട്, ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ട്, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സുകൾ ഉണ്ട്, റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സസ് അവൈലബിൾ ആണ്, നോട്ടുകൾ അവൈലബിൾ ആണ്, PDF നോട്ടുകൾ അവൈലബിൾ ആണ്, PYQs പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ്. ഓരോ യൂണിറ്റ് വൈസ് ടെസ്റ്റുകൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. മോക്ക് ടെസ്റ്റുകളെല്ലാം നമ്മുടെ ഈ കോഴ്സിൽ അവൈലബിൾ ആണ്. അത് മാത്രമല്ല നമ്മുടെ 10ാമത്തെ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് നമ്മൾ 5,000 വരുന്ന കോഴ്സ് 1,999 നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ഒരു നമ്പർ 1 കോച്ചിങ് സെന്റർ ആണ് ലൈഫ് സയൻസ് അക്കാദമി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡ്രീം യൂണിവേഴ്സിറ്റിയിൽ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ കംപ്ലീറ്റ് ആയിട്ട് റെഡിയാണ്.